ഗവർണർക്കെതിരെ വീണ്ടും എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. തിരുവനന്തപുരത്ത് ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകും വഴി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മുഖ്യമന്ത്രി തന്നെ ആക്രമിക്കാൻ ഗുണ്ടകളെ അയക്കുകയാണെന്നും അങ്ങനെയുള്ളയാൾ ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഗവർണർ പുറത്തിറങ്ങിയാൽ അപ്പോൾ പ്രതിഷേധം എന്ന നിലപാടിലാണ് എസ്എഫ്ഐ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകും വഴിയും അദ്ദേഹത്തിന് എതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. എവിടെയൊക്കെയാണ് എസ്എഫ്ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അമൃത, ഇന്ന് ഗവർണർ ഡൽഹിക്ക് പോവുകയാണ്. രാജ്ഭവനിൽ നിന്നും 6:45 അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം അകമ്പടിയോടുകൂടി പുറത്തിറങ്ങി കൃത്യം ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ഒരു കൂട്ടം എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. അവർ കരിങ്കൊടി കാട്ടി. എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് എസ്എഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണർ എപ്പോഴൊക്കെ പുറത്തിറങ്ങുമ്പോഴും കരിങ്കൊടി കാണിക്കുക എന്ന പ്രതിഷേധ രീതിയാണ് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. പാളയത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അവിടെ എസ്എഫ്ഐ പ്രവർത്തകർ കാത്തുനിന്നെങ്കിലും ഗവർണർ ഒന്ന് റൂട്ട് മാറ്റി കയറി വന്നു. പക്ഷേ കയറി വന്നത് ജനറൽ ആശുപത്രിയുടെ മുന്നിലെത്തുമ്പോഴേക്കും അവിടെ കാത്തുനിന്ന എസ്എഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കരിങ്കൊടിയുമായി വാഹനവ്യൂഹത്തിന് സമീപത്തേക്ക് ചാടി വീണു. ഗവർണർക്ക് ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാഹനവ്യൂഹത്തിന് അടുത്തേക്ക് എത്തുന്നതിൽ നിന്നും എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടഞ്ഞത്. തുടർന്ന് ഗവർണർ വിമാനത്താവളത്തിലെത്തി. വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഗവർണർ പതിവ് പോലെ തന്നെ ക്ഷുഭിതനായിരുന്നു. മുഖ്യമന്ത്രിയാണ് തനിക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്തും ഗുണ്ടകളെയാണ് ഇതിനുവേണ്ടി അയക്കുന്നത് എന്ന വിമർശനവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തി. മാത്രമല്ല, അത്തരത്തിൽ തനിക്ക് നേരെ ഗുണ്ടകളെ അയക്കുന്ന മുഖ്യമന്ത്രിയോട് മറുപടി പറയാനോ പ്രതികരിക്കാനോ താനില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് ഗവർണർക്കെതിരെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഗവർണറുടെ പ്രതികരണം ഇന്നിപ്പോൾ കിട്ടിയത്. അപ്പോഴും ഒരു അയഞ്ഞ സമീപനം ഗവർണറുടെ ഭാഗത്ത് നിന്നില്ല, അല്ലേ? തീർച്ചയായും ഇന്ന് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി കത്തയച്ച ദിവസമാണ്. ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ആ കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇതോടൊപ്പം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കൈമാറിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമൊക്കെ ഈ കത്തിന്റെ പകർപ്പ് കൈമാറുകയും ചെയ്തു. പക്ഷേ അപ്പോഴും തനിക്കെതിരായ വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം ഇന്നും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്ന ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തനിക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഒന്നും ജനാധിപത്യപരമല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെല്ലാം പിന്നിൽ ഗുണ്ടകളാണ്. വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമായി പോലും കണക്കാക്കാൻ തയ്യാറാകുന്നില്ല ഗവർണർ. തനിക്ക് നേരെ പ്രതിഷേധം നടത്തുന്നവരൊക്കെ ഗുണ്ടകളാണ് എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത്. അമൃത. ശരി, കെ.ആർ. സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നും ഗവർണർ പുറത്തിറങ്ങിയപ്പോൾ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധമാണ് നേരിട്ടത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായത്. തന്നെ നേരിടാൻ ഗുണ്ടകളെ അയക്കുന്ന മുഖ്യമന്ത്രിയോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും താനില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ.